മറ്റത്തൂരിന് പുറകെ വടക്കാഞ്ചേരിയിലും രാഷ്ട്രീയ വിവാദം പുകയുന്നു. കൂറുമാറി വോട്ട് ചെയ്യാൻ LDF കോഴ വാഗ്ദാനം ചെയ്തെന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടെ CPM-ഉം കോൺഗ്രസും തുറന്ന പോരിൽ. വടക്കാഞ്ചേരിയിൽ EU ജാഫറിന് CPM ഓഫർ ചെയ്തത് അഴിമതി പണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. കോഴ വിവാദം ശുദ്ധ അസംബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പുത്തഞ്ചിറ വില്ലുമംഗലം പാടശേഖരത്തിൽ ആറ്റുകിളി ശല്യം രൂക്ഷമാകുന്നു. 100 ഏക്കറോളം സ്ഥലത്ത് ചെയ്തിരിക്കുന്ന മുണ്ടകൻ കൃഷിയാണ് ആറ്റുകിളികൾ നശിപ്പിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ മറ്റത്തൂരിന് പുറകെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ LDF കോഴ വാഗ്ദാനം ചെയ്തെന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടെ CPM-ഉം കോൺഗ്രസും തുറന്ന പോരിൽ. ആരോപണം നേരിടുന്ന ലീഗ് സ്വതന്ത്രൻ EU ജാഫറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. കോഴ വാങ്ങി വോട്ട് നൽകിയെന്ന ആരോപണം നേരിടുന്ന ലീഗ് സ്വതന്ത്രൻ EU ജാഫറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാഫർ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തിയെങ്കിലും ഭരണം CPM-ന് തന്നെയെന്നതാണ് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് തെളിവ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം. വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം കോഴ വിവാദത്തിൽ പ്രതികരണവുമായി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും രംഗത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി LDF-ന് വോട്ട് ചെയ്ത് ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ മുസ്തഫ, യുവത്വം വിദ്യാഭ്യാസമുള്ള ആളുകളും അവരൊക്കെ വരട്ടെ. അല്ലാത്ത സീനിയർ നോക്കിയിട്ട് ഇപ്പോ വയസ്സായ വലിയപ്പാരെ കൊണ്ടിട്ട് സീനിയറായിട്ട് അവരെ കൊണ്ട് അവനിപ്പോ എത്ര വയസ്സുണ്ട്? 42 വയസ്സുള്ളൂ. അവന്റെ വയസ്സൊന്നും നമുക്ക് അല്ല പറയാ. അപ്പൊ അതിനേക്കാൾ ഞങ്ങൾ ആളുകൾ വരട്ടെ. 33 വയസ്സായിട്ടുള്ളൂ. ഇന്ന ഭ്രാന്താക്കാണ്. ഞാൻ വിളിച്ചിട്ടും സംസാരിച്ചിട്ടും ഈ പോകാൻ വെച്ച പേടിയാ പോയി എന്റെ വർത്താനം കേൾക്കുമ്പോ. വെറുതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്ത് കാര്യമായിട്ട് ഉണ്ടാകത്ത എല്ലാന്നടി മുസ്തഫ, 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. എന്നിട്ട് അത് ഇനിയിപ്പോ 50 പൈസ വരുന്നത് നമ്മുടെ അഭിമാനം വലുത്, പാർട്ടിയെ വലുത്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. എന്ത് സേഫ് ആണ്? പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട വെച്ചാൽ 50 ലക്ഷം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തീരാവുന്ന പൈസ ഉള്ളി 50 ലക്ഷം. ആരെ കണക്ക് വന്നിട്ടില്ല ചിലോ വന്നെന്ത് ചെയ്യും? ഇത് മുകളിലുള്ള തീരുമാനിക്കണതാ. പണ്ടുണ്ടാക്കാനൊക്കെ വെച്ചാലേ പിന്നെ 5 ലക്ഷം രൂപ ചെലവുണ്ട്. ആ പൈസ തരൂ അനക്ക് എവിടെ 5 ലക്ഷം? ഞാനൊക്കെ എന്നോട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം UDF-ന്റെ ഇവിടേക്കേ ദേശങ്ങൾ കൊടുത്ത പൈസ കണക്കറിയ കണക്ക് എത്ര? ഞാൻ പറയട്ടെ ഞാൻ എന്റെ ജോലി വിട്ടിട്ടാ നിക്കണം. ജോലി വിട്ടിട്ടോ? എന്തിനു? അനക്ക് ജോലിക്ക് പോവാലോ. ജോലിക്ക് വേറെ സ്കൂൾ നോക്കണോ? സ്കൂളിൽ കിട്ടണ്ടേ? അത് ജീവിക്കണ്ടേ? കയ്യിൽ പോയിരുന്ന പൈസയും കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ കാര്യം നടക്കാൻ മുസ്തഫ, ഒന്നെങ്കിൽ 50 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവും. ഇത് രണ്ടിലത്തെ ഒരു ഓപ്ഷന്റെ കയ്യിൽ എടുക്കുന്നുണ്ട് ഇപ്പൊ. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ തോറ്റില്ലേ? അല്ല ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തോറ്റിക്കല്ലേ? മുസ്തഫ വർത്താനം പറയും. ഇത് തോറ്റല്ലേ? ജയിച്ച ആൾക്കാർ വർത്താനം പറയട്ടെ. ജയിച്ചെങ്കിൽ വർത്താനം പറയും. പൈസ കളഞ്ഞിട്ട് ഈ തോറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പൈസ കളഞ്ഞിട്ട് ജയിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ പൈസ പറയട്ടെ. മുസ്തഫ പൈസ കളഞ്ഞിട്ട് ഈ തോൽക്കല് ഇത് പൈസ കളഞ്ഞിട്ട് ഞാൻ ജയിക്കത്. അതെ, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാച്ച BJP-കാരെന്നോ CPM-കാരെന്നോ കൂടിയിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM-കാരനല്ല പ്രസിഡന്റ്. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് വിജയിച്ച EU ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്.
രണ്ട് ഓപ്ഷനാണ് CPM നൽകുന്നത്. ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് CPMന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം. ഇതായിരുന്നു CPM നൽകിയ ഓഫർ. ഫോൺ വിളി വെറും സൗഹൃദപരമായിരുന്നുവെന്ന് ജാഫർ പറയുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട LDFന്റെ നഫീസ രാജിവെക്കണമെന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് റഷീദ് ആവശ്യപ്പെട്ടു. ടെലിഫോൺ സംഭാഷണം അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത് തികച്ചും അന്വേഷിച്ച് അത് കണ്ടെത്തണം എന്ന് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്ത രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ CPMന്റെ പ്രതിനിധി നഫീസ തൽസ്ഥാനം രാജിവെക്കണം എന്ന് കൂടെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം തൃശൂർ. വടക്കാഞ്ചേരിയിൽ EU ജാഫറിന് CPM ഓഫർ ചെയ്തത് അഴിമതി പണമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് സമ്പാദിച്ച പണമാണ് ഇത്തരം ഡീലിന് ഉപയോഗിക്കുന്നത്. അധികാരം തലയ്ക്ക് പിടിച്ച പാർട്ടിയായി CPM മാറി. CPMന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഇത്തരം ഡീലുകൾ നടക്കില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷ് അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും. പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായൊരു ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിൻ്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നു മുതലാണ് CPM സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എവിടെയാണ് ഇന്ന് അധികാരം തലയ്ക്ക് പിടിച്ച, അധികാരത്തിൻ്റെ എല്ലാ സുഖശീതളമായ സൗകര്യങ്ങളും തലയ്ക്ക് പിടിച്ച CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് CPMന്റെ ഉന്നതമായ നേതൃത്വം അറിയാതെ നടക്കില്ല. അങ്ങനെ 50 ലക്ഷം കൊടുത്തും ആ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം പിടിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? വടക്കാഞ്ചേരി MLAയും വടക്കാഞ്ചേരിയിൽ തന്നെ മറ്റൊരു ഉന്നതനായ മറ്റൊരു MLA കൂടിയായ നേതാവും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വടക്കാഞ്ചേരിയിലെ 50 ലക്ഷം രൂപയുടെ കോഴ വിവാദം ശുദ്ധ അസംബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് കോഴ വിവാദം. വർഗീയ കൂട്ടുകെട്ടിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. ഏതെങ്കിലും നേതാവ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയട്ടെ. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഒരു തരത്തിലുള്ള നേർബന്ധങ്ങളോ അല്ലെങ്കിൽ വളഞ്ഞ വഴിയുള്ള ബന്ധങ്ങളോ അദ്ദേഹവുമായിട്ട് ചെയ്തിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നില്ല. ഞങ്ങളാൾ ജയിച്ചു. ഞങ്ങൾക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൽ ഞങ്ങളുടെ ഒരാളുടെ വോട്ട് അസാധുവായി. പക്ഷേ എന്നിട്ടും നറുക്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അതാണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് ഈ കാര്യങ്ങൾ. മറ്റത്തൂരും ചൊവ്വന്നൂരും പാറളവും ഒക്കെ തെളിഞ്ഞ വർഗീയ കൂട്ടുകെട്ടിൻ്റെ നിലപാട് നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ദുഷ്പ്രചാരണങ്ങൾ തിരിച്ചറിയണം. അത്തരത്തിലുള്ള വാദങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പുത്തഞ്ചിറ വില്ലമംഗലം പാടശേഖരത്തിൽ ആറ്റക്കിളി ശല്യം രൂക്ഷമാകുന്നു. 100 ഏക്കറോളം സ്ഥലത്ത് ചെയ്തിരിക്കുന്ന മുണ്ടകൻ കൃഷിയാണ് ആറ്റക്കിളികൾ നശിപ്പിക്കുന്നത്. വർഷം തോറും ഉണ്ടാകുന്ന കിളിശല്യം മൂലം പാടശേഖരത്തിൽ കൃഷിക്കാർക്ക് കൂടുതലും പതിരാണ് ലഭിക്കുന്നത്. ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. നെല്ലിൽ പാലുറച്ച സമയത്ത് ഇവ കൂട്ടമായി എത്തി നെല്ലിലെ പാലൂറ്റി കുടിക്കുന്നത് മൂലം കൃഷിക്കാർക്ക് ഉദ്ദേശിച്ച വിളവ് കിട്ടുന്നില്ല. ആറ്റക്കിളികൾ തൊട്ടടുത്ത പാടശേഖരത്തിൽ കൊയ്ത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കൂട്ടത്തോടെ ഈ പാടശേഖരത്തിലേക്ക് പലായനം ചെയ്യുകയാണ് പതിവ്. വർഷം തോറുമുണ്ടാകുന്ന കിളിശല്യം മൂലം പാടശേഖരത്തിൽ കൃഷിക്കാർക്ക് കൂടുതലും പതിരാണ് ലഭിക്കുന്നത്. ഈ പാടത്തിനോട് ചേർന്നുള്ള മോട്ടോർ ഷെഡിലേക്ക് വലിച്ച ഇലക്ട്രിക് കമ്പികളിലാണ് ആറ്റക്കിളികൾ കൂട്ടത്തോടെ പറന്നു വന്നിരിക്കുന്നത്. ആറ്റക്കിളി ശല്യം വർഷങ്ങളായി തുടർന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. കൃഷിക്കാർ പടക്കം പൊട്ടിച്ചും പാട്ടക്കൊട്ടിയും കിളികളെ ഓടിക്കുമ്പോൾ തൊട്ടടുത്ത കണ്ടത്തിൽ പോയിരിക്കും. വീണ്ടും തിരിച്ച് ഈ ലൈൻ കമ്പിയിൽ വന്നിരിക്കും. രാവിലെ 7 മണിയോടുകൂടി കൂട്ടമായി എത്തുന്ന കിളികൾ ഇലക്ട്രിക് കമ്പി ചൂടായി കഴിഞ്ഞാൽ കൂട്ടത്തോടെ പറന്നു പോവുകയും വൈകിട്ട് തിരിച്ചെത്തി ഇരുട്ടാവുന്നതുവരെ പാടശേഖരത്തിൽ കഴിയുന്ന അവസ്ഥയാണെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും പാടശേഖര സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ PC ബാബു ആവശ്യപ്പെട്ടു.
മീഡിയ ടൈം മാള. എടത്തിരുത്തി വെസ്റ്റ് അയിനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കയ്പമംഗലം കാക്കത്തുരുത്തി സ്വദേശി ഇല്ലത്തുപറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസറിന്റെ കുടുംബം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഭാര്യയുമൊത്ത് മോട്ടോർ സൈക്കിളിൽ വരവെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത്. വാരിയലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടനെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നും സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. മീഡിയ ടൈം പെരിഞ്ഞനം. പുതുവർഷ പുലരിയിൽ കാണാതായ വളർത്തുപോത്തിനെ വീട്ടമ്മയ്ക്ക് തിരികെ ലഭിച്ചു. കൂടപ്പുഴ കുട്ടാടൻ പാടത്തിന്റെ അക്കരെ നിന്നാണ് വെള്ളിയാഴ്ച നഷ്ടപ്പെട്ട 2.5 വയസ്സുള്ള പോത്തിനെ തിരികെ ലഭിച്ചത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച പോത്തിനെ തിരികെ ലഭിക്കുകയായിരുന്നു. ചാലക്കുടി കുട്ടാടൻപാടത്തെ തൈക്കൂട്ടത്തിൽ ഗീതയുടെ പോത്തിനെയാണ് കഴിഞ്ഞ ദിവസം മോഷ്ടാക്കൾ കവർന്നത്. സാധാരണ പോലെ പാടത്താണ് പോത്തിനെ കെട്ടിയിരുന്നത്. കയർ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ പോത്തിനെ കടത്തിയത്. രാത്രിയിൽ ഏതോ വാഹനത്തിന്റെ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെ വെള്ളം കൊടുക്കാനെത്തിയപ്പോഴാണ് പോത്ത് മോഷണം പോയ വിവരം അറിയുന്നത്. ഒരു പശുവിനെ പരിപാലിച്ചാണ് ഗീത ഉപജീവനം നടത്തുന്നത്. പോത്തിൻകുട്ടികളെ വാങ്ങി വളർത്തി വിൽപ്പനയും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കടമെടുത്ത് വാങ്ങിയ പോത്താണ് ഇപ്പോൾ മോഷണം പോയത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ വെള്ളിയാഴ്ച പോത്തിനെ തിരികെ ലഭിക്കുകയായിരുന്നു. മോഷ്ടിച്ചു കൊണ്ടുപോയ പോത്തിനെ പിന്നീട് പാടത്തിന്റെ മറുഭാഗത്ത് ഉപേക്ഷിച്ചതാണെന്നാണ് കരുതുന്നത്. മീഡിയ ടൈം ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കുഴുക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHS സ്കൂളിന്റെ നേതൃത്വത്തിൽ കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ PTA പ്രസിഡന്റ് ജോൺ ജോസ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സംഗീത, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനറ്റ്, പ്രോഗ്രാം ഓഫീസർ മിനി ജോസ് V, കുമാരി അന്ന CA, കുമാരി ഹെൻറിക്ക റോസ്, ആസ്ട്രൽ ഡ്രിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ മാള ഉപജില്ല വാർഷിക സമ്മേളനം യാത്രയയപ്പും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്ത് പരിപാടി നടത്തിക്കാൻ വേണ്ടിയില്ല പ്രതിസമ്മേളനം ഉണ്ടാവണം. ആ പ്രതിസമ്മേളനത്തിൽ റിപ്പോർട്ട് ഉണ്ടാവണം, അവിടെ വാർഷിക കണക്കുണ്ടാവണം, അത് ചർച്ച ചെയ്യപ്പെടണം. അതാണ് സംഘടനയുടെ ജീവൻ, അതാണ് ബേസ് എന്ന് പറയാറുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഞാൻ പ്രസാദ് മാഷ് എത്തിയത് ഞങ്ങൾ ഈ വർഷം സംഘടനയോട് എന്താ പറയുന്നു എന്നുള്ളത് മാത്രമാണ്, അത് നമുക്കറിയാം. പക്ഷേ അതിലെല്ലാം ഉപരി ഈ സമ്മേളനത്തിൽ ഇന്നലെ കൂടെ പറഞ്ഞൊരു കാര്യം ഇതാണ്. സമ്മേളനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ജീവസ് അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് സബ് ജില്ലകളിലാണ്. കാരണം ഒരു സബ് ജില്ല നന്നായി പോയാൽ മാത്രമേ ജില്ല നന്നാവൂ. ജില്ല നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് പ്രവർത്തിച്ചാൽ അത് താഴെ തട്ടിൽ നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാളയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3ാമത് തവണയാണ് ഇപ്പോൾ മാളയിൽ സമ്മേളനത്തിൽ എത്തിച്ചേരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം 2 തവണ നേരത്തെ വന്നിട്ടുണ്ട്, 3ാമതാണ്. ഉപജില്ലാ പ്രസിഡന്റ് വർഷ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. സന്ധ്യ രാമചന്ദ്രൻ, റോബി ജോസ്, ബീന ജയൻ, റാണി ജോൺ, US മായ, PD മെൽഡ, KS സുജയ തുടങ്ങിയവർ സംസാരിച്ചു. പുതുവർഷത്തെ കളറാക്കി ആഘോഷിച്ച് മാളയിലെ വ്യാപാരികൾ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ആഘോഷ റാലി സംഘടിപ്പിച്ചു. മാള ചർച്ച് കോംപ്ലക്സിന് സമീപത്ത് നിന്ന് വാദ്യമേളങ്ങളോടെ ആരംഭിച്ച റാലി മാള KSRTC KK റോഡ് വഴി പോസ്റ്റ് ഓഫീസ് വഴി ചുറ്റി ടൗണിൽ സമാപിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് PT പാപ്പച്ചൻ നേതൃത്വം നൽകി. അപകടമൊഴിയാതെ ദേശീയപാത പുതുക്കാട് സെന്ററിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ടോറസും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.
ഓരോ ദിശയിൽ പോയിരുന്ന ബസിന്റെയും ടോറസിന്റെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ചാലക്കുടി പുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. അന്നമനട പുളിക്കക്കടവിലുള്ള പുഴയോരത്ത് നിന്നാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കിട്ടിയത്. അന്നനാട് കളത്തിൽ വീട്ടിൽ പള്ളി മകൻ 44 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. കല്ലൂർ ചൂണ്ടാണിക്കടവിൽ സുഹൃത്തുക്കളോടൊപ്പം പുതുവത്സര ദിനാഘോഷം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് പുഴയിൽ ഇറങ്ങിയത്. തുടർന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഫയർഫോഴ്സ് പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. വെള്ളിയാഴ്ച പുളിക്കക്കടവിൽ മൃതദേഹം പൊങ്ങുകയായിരുന്നു. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 2-3 തീയതികളിലായി അഴീക്കോട് IMUPS സ്കൂളിലാണ് ക്യാമ്പ്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DPO KB പ്രിജി പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ EV വേണു, ഡയറ്റ് ഫാക്കൽറ്റി U മുഹമ്മദ് റാഫി, പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്, റിട്ടയർഡ് അധ്യാപികയും സിനി ആർട്ടിസ്റ്റുമായ ജാസ്മിൻ കാവ്യ, അധ്യാപിക KB ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂരിന് പുറകെ വടക്കാഞ്ചേരിയിലും രാഷ്ട്രീയ വിവാദം പുകയുന്നു. കൂറുമാറി വോട്ട് ചെയ്യാൻ LDF കോഴ വാഗ്ദാനം ചെയ്തെന്ന ശബ്ദ സംഭാഷണം പുറത്തു വന്നതോടെ CPM-ഉം കോൺഗ്രസും തുറന്ന പോരിൽ. വടക്കാഞ്ചേരിയിൽ EU ജാഫറിന് CPM ഓഫർ ചെയ്തത് അഴിമതി പണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. കോഴ വിവാദം ശുദ്ധ അസംബന്ധമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പുത്തഞ്ചിറ വില്ലുമംഗലം പാടശേഖരത്തിൽ ആറ്റുകിളി ശല്യം രൂക്ഷമാകുന്നു. 100 ഏക്കറോളം സ്ഥലത്ത് ചെയ്തിരിക്കുന്ന മുണ്ടകൻ കൃഷിയാണ് ആറ്റുകിളികൾ നശിപ്പിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.